പഴയ കാലത്തല്ലാതെ ഇടയവസരത്തിൽ സ്ഥലങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ വലിയ വലിയ പറമ്പുകൾ മേടിച്ചിട്ട് വീടുള്ളത് മേടിച്ച് അവിടെ താമസാക്കുന്ന പലർക്കും പലതരത്തിലുള്ള ദുരിതങ്ങളും അനിഷ്ടതകളും കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. രോഗങ്ങളായിട്ടും അതേപോലെ തന്നെ ദുർമരണങ്ങളായിട്ടും അങ്ങനെ പല തരത്തിലുള്ളതായ കുടുംബ പ്രശ്നങ്ങളായിട്ടും പലതും സംഭവിക്കാറുണ്ട്. ചിലരൊക്കെ അത് ശരിയാക്കാറുണ്ട്, ചിലർക്ക് ശരിയാക്കാനും പറ്റില്ല. ചില രക്ഷസിനൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അറിവിൽ ഒരു ഒരു ജ്യേഷ്ഠൻ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം പൈസ ഒക്കെ ആയി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നൊരു സ്ഥലം, അതായത് വലിയൊരു പഴയ ബ്രാഹ്മണ വീടാണ്, ഒരു 4 കെട്ട് 8 കെട്ട്. അപ്പോൾ ആ സ്ഥലം വിൽക്കാൻ വെച്ചിട്ട് ഇന്ന് പല ആളുകളും അതേപോലെ തന്നെ പഴയ കാലത്തെ ജന്മിമാരും മറ്റും അവരുടേതായ സാമ്പത്തികങ്ങളെല്ലാം നശിച്ച് അത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്. എല്ലാം ഇല്ല കേട്ടോ, പല അങ്ങനെ സ്ഥലങ്ങളുണ്ട് കുറച്ചെങ്കിലും. അപ്പോൾ ആ സ്ഥലത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലർ വീടൊക്കെ പൊളിച്ച് മരങ്ങൾ വേറെ, ഓട് വേറെ, കല്ല് വേറെ, ഇഷ്ടിക വേറെ, അല്ലെങ്കിൽ വാതിൽ ജനൽ അങ്ങനെ വെവ്വേറെ ആക്കിയിട്ട് അത് വിൽക്കുന്ന, അതിൽ ലാഭം കാണുന്നവരുണ്ട്. അതേപോലെ തന്നെയാണ് ആ സ്ഥലം മുറിച്ച് വിൽക്കുന്നവരുണ്ട്. ചിലർ വീട് എത്ര കാലം കഴിഞ്ഞാലും വിൽക്കാണ്ട് അങ്ങനെ ഇടും. കാരണം അവർക്ക് പ്രത്യേകിച്ച് പൈസയുടെ ആവശ്യമില്ല, അത് എപ്പോഴാണ് വിൽക്കണമെന്ന് വെച്ചാൽ മതി എന്നുള്ളതിൽ. അങ്ങനെയാണ് ഈ സുഹൃത്ത് ഗൾഫിലൊക്കെ പോയി വന്നതിന് ശേഷം അദ്ദേഹം സ്ഥലം മേടിച്ചിട്ട് അപ്പോൾ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഈ സ്ഥലം കയ്യിലാക്കണം എന്നുള്ളത്. കാരണം ആ പഴയ കാലത്തുള്ള ജന്മിമാർ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം നിറഞ്ഞ സമയത്ത് അപ്പോൾ ആ വഴിക്കൊന്നും പോകാൻ പറ്റാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കുറേ കാശൊക്കെ ഉണ്ടായി, ഗൾഫിലൊക്കെ വിദേശത്തൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വന്തമാക്കിയത് അങ്ങനെ. അപ്പോൾ ഈ വീട്ടിലുള്ളവർ എവിടേക്കാണ് പോയി എന്തൊന്നും പ്രത്യേകിച്ച് അറിയില്ല. വിറ്റു അവർ പോയി, ഇനി മരണപ്പെട്ടു പോയി, അവർ ജീവിച്ചിരിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ആ വീട് മേടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒഴിവ് സമയങ്ങളിൽ ഈ വീട്ടിൽ വന്നിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ തട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പാദസരത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പം അദ്ദേഹം ചിലപ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ആയിരിക്കും കേൾക്കുക. അപ്പോൾ വിചാരിക്കുക തോന്നലായിരിക്കും. അങ്ങനെ വീണ്ടും അതേപോലെ തന്നെ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ അത് ചെലമ്പിൻ്റെ ശബ്ദമായി. ചെലമ്പിൻ്റെ ശബ്ദം. അപ്പോൾ അദ്ദേഹം ഇത് എന്താണെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ പിന്നെ കാണില്ല. വീണ്ടും അതേപോലെ തന്നെ മറ്റൊരു ദിവസം അത് വന്നിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ചെലമ്പിട്ടിട്ട് ഇങ്ങനെ കേൾക്കുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതൊക്കെ ആയിട്ടുള്ള സൗണ്ടുകൾ കേൾക്കും. അങ്ങനെ അദ്ദേഹം മെല്ലേനെ റൂമിലൊക്കെ കയറി തട്ടിൻ്റെ മുകളിലൊക്കെ കയറി നോക്കുമ്പോൾ ആരും കാണില്ല. അങ്ങനെ പല ദിവസങ്ങളിലായപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനോട് ഇതിനോടൊരു പ്രത്യേക ഒരു ആകർഷണമായി. ഈ ചെലമ്പിൻ്റെ നാദം കേൾക്കാനോ അല്ലെങ്കിൽ അത് പുറപ്പെടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതിനെ അയാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ ആ സമയങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ വരും, ഇരിക്കും. അങ്ങനെയായിട്ട് ഇദ്ദേഹം ഒരു ദിവസം ഇതെന്തായാലും അറിയണം എന്നുള്ളതിൽ തട്ടിൻ്റെ മുകളിൽ കയറി ചെല്ലുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു സ്ത്രീനെ കണ്ടതും അതിൻ്റെ രൂപം അയാൾക്ക് അറിയാമില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിരുന്നു. പെട്ടെന്ന് ആ സാധനം മാറി. അപ്പം അത് സ്ത്രീയാണോ ദേവിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ എന്നല്ല, അതൊരു മനുഷ്യനാണോ അല്ലെങ്കിൽ ദൈവമാണോ ഒന്നും ആൾക്ക് പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇയാൾ പേടിച്ച് അദ്ദേഹം അത് അവിടെ തന്നെ വീണു. പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു അല്ലെങ്കിൽ മാറാ രോഗിയായി അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത് പല സ്ഥലങ്ങളും പഴയ വീടുകൾ മേടിച്ച് വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് വീട് വയ്ക്കുമ്പോൾ ആ സ്ഥലത്തിനകത്ത് ആ പരിധിയിൽ മുൻകാലത്ത് താമസിച്ചിരുന്നവരുടെ ദൈവങ്ങളോ അവർ ആരാധിച്ചിരുന്ന മൂർത്തികളുടേതായ സാന്നിധ്യങ്ങളുള്ള മണ്ണാണെങ്കിൽ പലർക്കും അവരുടെ ജീവിതം നല്ല രൂപത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റില്ല. പലർക്കും പല നഷ്ടകഷ്ടങ്ങളുണ്ടാകും, രോഗങ്ങളും ദുരിതങ്ങളും മരണങ്ങളും ഇത്യാദികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാകും. അപ്പോൾ അങ്ങനെ ദുരിതമരണങ്ങൾ അല്ലെങ്കിൽ അടിക്കടി ആപത്തുകൾ
അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ കഷ്ടങ്ങൾ തന്നെ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മുൻകാലത്ത് താമസിച്ചിരുന്നവർ അവരുടേതായ ചിലപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് വീട് നിൽക്കുന്ന സ്ഥലത്താവില്ല അവരുടെ വീടുണ്ടായിരുന്നത്. ഈ നിൽക്കുന്ന അപ്പോൾ അതിപ്പോൾ സ്ഥലം മേടിച്ചു വീട് വെച്ചു അവിടെയാണ് പ്രശ്നമെങ്കിൽ അപ്പോൾ ഈ സ്ഥലത്തായിരിക്കില്ല മുന്നേ വീടുണ്ടായിരിക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടായിരിക്കും. ഇവിടെ ഒന്നുകിൽ അവരുടെ ദൈവങ്ങളെ കുടിയിരുത്തിയിരുന്നതോ അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള ചുടല എന്നുള്ളൊരു ഭാഗമായിരിക്കാം. പിന്നീട് ആ സ്ഥലം മേടിക്കുന്ന ആൾ അത് കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വാസസ്ഥലം അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ഥലങ്ങളിൽ വരാം. അത് അതിദുരിതമായിട്ടിരിക്കും. കാരണം മണ്ണിൻ്റെ അടിയിൽ എന്തുണ്ട് ഏതുണ്ടെന്ന് ആർക്കും അറിയില്ല. മണ്ണിൻ്റെ മീതെ വല്ല എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അറിയുള്ളൂ. ഇപ്പോൾ മണ്ണിൻ്റെ മീതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മരം ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തറയുടെ അവശിഷ്ടങ്ങളുണ്ട് വെച്ച് പറയാം ഇവിടെ എന്തുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കിയാലും അതിൻ്റെ പാതകം തൊട്ടന്നെ ഏതാണ് ദേവനാണോ ദേവിയാണോ നാഗങ്ങളുടെ ആണോ എങ്കിൽ അപ്പോൾ ആ അടിത്തറയ്ക്ക് മുന്നേ പാതകം, ആ പാതകത്തിൻ്റെ ആ മുന്നേ തന്നെ ആയിരിക്കുന്ന ദേവൻ അല്ലെങ്കിൽ ദേവീനെ അല്ലെങ്കിൽ നാഗങ്ങളെ സങ്കല്പിച്ച് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ചിലവർ വല്ല പ്രതിമകളോ അല്ലെങ്കിൽ നാണയോ അരി നെല്ലത്തിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വെച്ചിട്ടാണ് അതിനെ ഈ പാതകം തറ അങ്ങനെ പണിത് കൊണ്ടുവരിക. അപ്പോൾ ഇത് മുകളിലത്തേതായ ആ അവശിഷ്ടങ്ങൾ കല്ലെന്തെങ്കിലുമൊക്കെ മാറ്റിയാലും താഴത്തുള്ളതായ പാതകത്തിനോട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ സാന്നിധ്യം, ആ സങ്കല്പം, അത് നെഗറ്റീവ് ശക്തിയായിട്ട് തന്നെ അവിടെ ഇരിക്കും. ചിലപ്പോൾ ഇനി ഇവർ ഒഴിവാക്കി വിചാരിക്കുക ഈ തറ പൊളിച്ച് കളഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ തന്നെ പുറത്ത് മരണപ്പെട്ടിട്ട് അടക്കം ചെയ്തിട്ടുള്ള വിചാരിക്കുക ഏകദേശം ഒരു 6 അടിക്ക് താഴ്ത്തിയിട്ടാവും ബോഡി മറവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് കുറച്ച് ഒക്കെ അത് ഒന്നാലെ സമാധി കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മണ്ണിട്ടുള്ളത് മഴയൊക്കെ കൊണ്ടിട്ട് അത് ചിലപ്പോൾ തട്ടപ്പായിരിക്കും. അപ്പോൾ എങ്കിലും ഈ മേടിച്ച സ്ഥലത്ത് എന്തുണ്ട് എന്നുള്ളത് വിറ്റ ആൾക്കല്ലാതെ മേടിച്ച ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതും ഇതേപോലെ തന്നെ ദുരിതങ്ങളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക്. അപ്പോൾ അത് മേടിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബോഡി കിടന്നിരുന്ന സ്ഥലത്താണ് ഈ റൂം വരുന്നതെങ്കിൽ അവരവിടെ കിടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അവർ ഉയർത്തെഴുന്നേൽക്കുക അവരുടെ അല്ലെങ്കിൽ ആ നെഗറ്റീവ് ശക്തിക്ക് അതാണ് കൂടുതൽ ആ നെഗറ്റീവ് ശക്തികൾ ഇവരിൽ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകളെ കുട്ടികളൊക്കെ കിടക്കുന്നുണ്ടാകുക ചെറിയ പ്രായത്തിലുള്ളവർ വലിയ പ്രായത്തിലുള്ളവരൊക്കെ അല്ലെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഈ മെൻസസ് ആയിട്ടുള്ള ആളുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താക്കന്മാരായിട്ടുള്ള കിടക്കുന്ന ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊന്നും ഈ സംഭവങ്ങൾക്ക് പിടിക്കില്ല. ഇവരുടെ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരുടെ വീട്ടിൽ, കാരണം അവർ കിടക്കും പാട്ടിൽ കിടക്കുക യാതൊരു പ്രശ്നമില്ല, നാട്ടിനോ വീട്ടിനോ ഒരാൾക്കൊരു ആലോചിക്കില്ല. അതങ്ങനെ കിടക്കുന്ന പഴയ പോലെ കിടക്കുകയാണെങ്കിൽ ഒരാൾക്ക് രൂപമില്ല, ഒരു ഉപദ്രവമില്ലാതെ കിടക്കുന്നതാണ്. പക്ഷെ അവരുടെ മീതെ ഇങ്ങനെ സ്ഥാപനങ്ങൾ ഒക്കെ വരുമ്പോൾ അവരുടേതായ കൂടാരമായിട്ടോ അവരുടെ ക്ഷേത്രമായിട്ടോ അവരുടെ ആലയമായിട്ടാണ് അത് വരിക. അതിൻ്റെ മീതെയാണ് മറ്റുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഇരട്ടി അനർത്ഥങ്ങൾ ഉണ്ടാകുക. അവർ മത്സ്യമാംസം വയ്ക്കുക. അപ്പോൾ ഇത് ബെഡ്റൂമിൽ ആയി, അല്ലെങ്കിൽ ബാത്റൂം വരണ ഭാഗത്താണെങ്കിലും ഇത് തന്നെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാകുക. അപ്പോൾ അവരുടെ അടുത്ത് ഈ സംഗതികളൊക്കെ വയ്ക്കുമ്പോൾ മത്സ്യമാംസമൊക്കെ വയ്ക്കുമ്പോൾ അവരുടേതായ ഉപദ്രവങ്ങൾ തുടങ്ങും. അതേപോലെ തന്നെ ഏതെങ്കിലും തന്നെ അവിടെ മാനസികമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവശതകളോ രോഗങ്ങളെന്ന് പറഞ്ഞാൽ വാതരോഗം, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു വീഴുക, തല ചുറ്റി വീഴുക, എന്താണെന്നറിയില്ല, പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓടുക ചാടുക കരയുക, ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീക്കുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക്, കുടുംബനാഥനൊക്കെ അടങ്ങി വെള്ളമടിച്ചിട്ടോ അല്ലാതെയോ നിത്യം പ്രശ്നം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് പഴയ വീട് മേടിച്ച് വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പഴയ സ്ഥലങ്ങൾ, ഇപ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ ഒരു 10, 100, 150 കൊല്ലമൊക്കെ മുന്നൊക്കെ ഉള്ള താമസമായിട്ട് അച്ഛനൊക്കെ ആയിട്ട് താമസിച്ച് വരുന്നവർക്ക് അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇടവസരത്തിൽ ഒരു 10, 25 കൊല്ലം 10, 30 കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ സ്ഥലം മേടിച്ച് വീട് വയ്ക്കണവരാദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ദുരിതങ്ങളുണ്ട്. അത് തീർത്താലും തീരില്ല. ഇല്ലാത്ത കാശ് കൊടുത്തിട്ടാവും ചിലപ്പോൾ ഒരു 2 നിലയോ 3 നിലയൊക്കെ വീട് വെച്ചിട്ടുണ്ടാകുക, നല്ല സജ്ജീകരണങ്ങളോട് കൂടിയിട്ട്. അതിങ്ങനെ താമസിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതാകുമ്പോൾ വിറ്റ് കളയണമെന്ന് പറയാം. അപ്പോൾ ഇത് ചിലപ്പോൾ അവരിറക്കിയ പൈസ ഒന്നും കിട്ടില്ല, ഇതേപോലെ വേറെ പണിയാനും പറ്റില്ല.
അപ്പോൾ ഇത് വിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത് വിൽക്കണ്ട എന്നുള്ള ചിലവർക്ക് എല്ലാവരും ഇത് അനുഭവം ആയിക്കൊള്ളണമെന്നില്ല, വിശ്വാസം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഭ്രാന്ത ഇതൊന്നും വിൽക്കാൻ സമ്മതിക്കില്ല, ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾ ഇത് തീർച്ചയായിട്ടും അയാളുടെ അവസാനം വരെ അവിടെ തന്നെ കിടന്നിട്ട് ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക, സ്ഥലം മേടിച്ച് വീട് വയ്ക്കുന്നവരുണ്ടെങ്കിൽ പറയുക, ദുരിതങ്ങളുണ്ട് വെച്ചെങ്കിൽ അവർക്ക് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എന്താണെങ്കിൽ ചെയ്യുക. ചിലതൊക്കെ പ്രശ്നം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഭാഗത്ത് എന്തായാലും കുഴിക്കാൻ പറ്റില്ല. പരമാവധിയൊക്കെ അവരെ ആൾ രൂപത്തിലേക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ രൂപത്തിലേക്കൊക്കെ ആവാഹിച്ചിട്ട് ഗതി വരുത്തി കഴിഞ്ഞാൽ തിലഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹചര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുഴി കുത്തിയിട്ട് ബോഡി മറവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് പരിഹാരമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അസ്ഥിയോ അവരുടേതായ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതിന് ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ആ റൂമേ ഉപേക്ഷിക്കുക, അതിൽ സ്റ്റോർ റൂമായിട്ടോ മറ്റു സാധനങ്ങൾ വയ്ക്കുക. കിടക്കേണ്ട കാര്യത്തിന് അത് ഉപയോഗിക്കരുത്, അത് അനർത്ഥങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.